നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ്. പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് നമുക്കുണ്ട്. അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടൈപ്പിനെയാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു നെയിം പോലെ തന്നെ കൂടുതലും AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്കായിരിക്കും ഇവിടെ നമുക്ക് മാർക്കറ്റിങ്ങിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ആവുന്നത്. അത് വർക്ക് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ഒരു ഓൺലൈൻ സ്പേസ് ബൈ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ആകുന്നത്. ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരുപാട് പ്രോസസ്സ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു ബിഡിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ് ഇതുപോലെ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ സ്പേസ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ സ്പേസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ആപ്പ് ആകാം, അത് നമ്മൾ ബൈ ചെയ്തുകൊണ്ട് ആ ഒരു സ്പേസിൽ ആഡ് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ സ്പേസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ബിഡിലായിരിക്കും അവിടെ നമുക്ക് ആ ഒരു ഓൺലൈൻ സ്പേസ് വാങ്ങുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരു അഡ്വർടൈസർ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പബ്ലിഷർ വരുന്നുണ്ട്. ഒരു അഡ്വർടൈസർ ആയിരിക്കും അവിടെ ആഡ് റൺ ചെയ്യുന്നതും ഒരു പബ്ലിഷർ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഒരു ആഡ് നെറ്റ്വർക്കിലായിരിക്കും ഈ ഒരു ആഡ് പ്ലേസ് ആകുന്നത്. സോ ഈ ഒരു പബ്ലിഷറും ഈ ഒരു അഡ്വർടൈസറും ഇടയ്ക്കുള്ള ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റിൽ വരുന്നത്. അതായത് ഈ ഒരു അഡ്വർടൈസർ ഒരു ആഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ആഡ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ ഗൂഗിളിൻ്റെ ആഡ് നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ യാഹു ആഡ് നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് പല ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകളുണ്ട്, ആപ്പുകളുണ്ട്. ഈ ആപ്പിലായിരിക്കും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതിനിടയ്ക്ക് നമുക്ക് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് DSP എന്ന് പറയുന്ന ആ ഒരു ഒരുപാട് ടൂൾസുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. അതിൽ വരുന്ന ഒരു ടൂളാണ് DV360 എന്ന് പറയുന്നത്. ഈ DV360 എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ DV360ലേക്ക് നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിഷറിൻ്റെ SSP എന്ന് പറയുന്ന മറ്റൊരു ടൂളുണ്ട്. അതായത് ഇതിൻ്റെ സപ്ലയർ സൈഡ് പ്ലാറ്റ്ഫോം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ സപ്ലയർ സൈഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു റിക്വസ്റ്റ് ഈ DSPയിലേക്ക് വരികയും ഈ DSPയിൽ നിന്നും ഒരു ബിഡ് കൊടുക്കുകയും അങ്ങനെ ഈ പബ്ലിഷറിൻ്റെ കയ്യിലുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് കൂടുതൽ ബിഡ് ചെയ്ത് വിൻ ചെയ്യുന്ന ആരാണോ അവർക്കായിരിക്കും ആഡ് അവിടെ പ്ലേസ് ആകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈക്കിൻ്റെ ഒരു ഷൂസിൻ്റെ ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ പോകുകയാണെങ്കിൽ വലിയൊരു ബ്രാൻഡിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ആഡ് പ്ലേസ് ആകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ DV360 അല്ലെങ്കിൽ DSP ഏതാണോ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷം ഏത് വെബ്സൈറ്റിലാണ്, അതായത് ഒരു യൂസർ ഈ നൈക്കിൻ്റെ ഷൂസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി റണ്ണിങ് ഷൂസ് എന്ന് പറയുന്ന ഓൺലൈനിൽ സെർച്ച് ചെയ്തതിന് ശേഷം അയാൾ ഒരു ബ്ലോഗിൽ പോകുന്നു, സ്പോർട്സിൻ്റെ തന്നെ റിലേറ്റഡ് ബ്ലോഗിൽ പോകുന്നു, അവിടെ ഒരു ബ്ലോഗ് വായിക്കാൻ വേണ്ടി പോകുന്നു. ആ ബ്ലോഗിലാണ് നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന DSP അല്ലെങ്കിൽ ഈ പറയുന്ന DV360 എന്ന് പറയുന്ന ടൂളിലേക്ക് ഈ SSPയുടെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരും. ഇന്ന യൂസർ ഈ ഒരു വെബ്സൈറ്റിൽ അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു ബിഡ് വരികയും, അതായത് DSP ഈ ഒരു SSPയിലേക്ക് ഒരു ബിഡ് അവരവിടെ ഒരു ആഡ് എക്സ്ചേഞ്ച് പോലെ വരികയും, ഇവിടെ ഈ SSPയിൽ നിന്നും അതായത് സപ്ലയർ സൈഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ DSPയിലേക്ക് ഒരു റിക്വസ്റ്റ് വരികയും അതിനനുസരിച്ച് ഒരു ബിഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ബിഡിൽ ആരാണോ വിൻ ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ ആഡ് ഷോക്കേസ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്.